ഇന്ന് കർക്കിടകത്തിലെ വെടുത്തവാവ്, വ്യാസപൂർണിമ, ഗുരുപൂർണിമ എന്നീ പേരുകളിൽ ആചരിക്കപ്പെടുന്ന ദിനമാണ്. ഭാരതീയ സംസ്കാരത്തിൽ ഗുരുക്കന്മാരെ ആദരിക്കുന്നതിനായി മാറ്റിവെച്ചിരിക്കുന്ന ദിനമാണിത്. ഹിന്ദു, ബുദ്ധ, ജൈന വിഭാഗക്കാർ അത്യന്തം ആദരവോടെ കണക്കാക്കുന്ന ദിനമാണിന്ന്. ഒരിക്കൽ രാമബാണത്തിൽ നിന്ന് രക്ഷ നേടിയ മാരീചൻ രാവണ നിയോഗത്താൽ സീതാപഹരണത്തിന് തയ്യാറാവുകയാണ്. രാക്ഷസന്റെ വാളിന് ഇരയാകുന്നതിനേക്കാൾ നല്ലത് രാമബാണമേറ്റുള്ള മരണമാണെന്ന് നിശ്ചയിച്ച് ഒരു മായാമൃഗമായി ഇയാൾ പുറപ്പെടുന്നു. വിധി നിയോഗങ്ങൾ അലംഘ്യമാണെന്ന തിരിച്ചറിവോടെ അതിന് കീഴടങ്ങുകയാണ് മാരീചൻ. കേൾക്കാം മാരീചൻ എന്ന സ്വർണമാനിന്റെ കഥ. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു. ചിത്രഭാനുവുമുദയാദ്രിമൂർധനി വന്നു തേരതിലേറിയിടിനാൻ. ദേവസഞ്ജയവൈരി പാരാതെ പാരവാര പാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാനതിദ്രുതം. ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മറുവീടിന മാരീചനും. ലൗകികാത്മന ഗൃഹത്തിങ്കൽ ആഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടുമുദ്ധാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു. ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും, എന്തൊരാഗമനം ഇതേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു. ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ, ആരുമില്ലെനിക്കു നിന്നെപ്പോലെ മുട്ടുന്നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരിതുകാലം കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യം വന്നു വാഴുന്നിതവർ. ബലാലെന്നുടെ ഭഗിനി തൻ നാസികാകുചങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഘരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നു താനേകനായിട്ടെതിർത്തു രണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനുമിപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവൻ. അതിന്നു നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം.
രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പങ്ക്തികന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു. ഭയത്തോടുമീ വണ്ണം ഉര ചെയ്താൻ. ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ. കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കിത്തൊഴിൽ അറിക നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകി രാജരത്നരമണി രഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളു ഞാനോ നിത്യം. രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ. ജ്ഞാനത്തിൻ പരമാർത്ഥം അറിഞ്ഞേൻ. ശ്രീരാമ രാമ രാമ പാഹി മാം.